രാജ്യത്ത് ഞെട്ടിച്ചു വീണ്ടും ബലാത്സംഗ കൊലപാതകം. ഉത്തരാഖണ്ഡിൽ നഴ്സിനെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിലായി. 9 ദിവസത്തിനു ശേഷം ഉത്തർപ്രദേശിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങൾ അഭിന നൽകും. അഭിന, വീണ്ടും കൊലപാതകം, അതും ബലാത്സംഗ കൊലപാതകം അരങ്ങേറിയിരിക്കുന്നു എന്നുള്ളതാണ്. 9 ദിവസത്തിനു ശേഷം മൃതദേഹം കണ്ടു, പ്രതി പിടിയിലായിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ സംഭവത്തിന്റെ മറ്റു വശങ്ങൾ? എടുത്തു പറയേണ്ട ഒരു കാര്യം, സ്ത്രീ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുമെന്ന് പല വാഗ്ദാനങ്ങളും സർക്കാരുകൾ മാറി മാറി വരുമ്പോഴും, അല്ലെങ്കിൽ സർക്കാരിൻ്റെ തുടർ ഭരണം ഉണ്ടാകുമ്പോൾ പോലും സ്ത്രീകൾക്ക് സുരക്ഷ നൽകണം എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോഴും വാഗ്ദാനങ്ങളിൽ മാത്രമായി ഒതുങ്ങുന്നത് എന്നുള്ള കാര്യം അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴിതാ കൂട്ടബലാത്സംഗം, അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ബംഗാളിലെ കൂട്ടബലാത്സംഗം, ഡോക്ടർക്കെതിരെയുള്ള കൂട്ടബലാത്സംഗം പോലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു നടുക്കത്തിൽ നിന്ന് നാടൊന്നും മുക്തമായിട്ട് പോലുമില്ല. അതിനിടയ്ക്കാണ് മറ്റൊരു ആരോഗ്യ പ്രവർത്തകയും ഇതുപോലുള്ള ദാരുണമായൊരു കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ മാസം 30-നാണ്. കഴിഞ്ഞ മാസം 30-ന് ഉത്തരാഖണ്ഡിലെ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങി വന്ന യുവതിക്ക് നേരെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കഴുത്ത് ഞെരിച്ചാണ് ഈ ഒരു യുവതിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം 30-ന് ഉത്തരാഖണ്ഡിലെ ആശുപത്രിയിൽ നിന്ന് വൈകിട്ടോടുകൂടി വീട്ടിലേക്ക് വരുന്ന വഴി UP-യിലെ ഉത്തർപ്രദേശിലെ ബിലാസ്പൂരിലെ കാശിപൂരിലാണ് ഈ യുവതി താമസിച്ചു വരുന്നത്. യുവതിയുടെ കുടുംബം, മകളും സഹോദരിയുമാണ് ഈ ഒരു യുവതിക്കൊപ്പം താമസിച്ചു വന്നിരുന്നത്. ഈ ആശുപത്രിയിൽ നിന്നും ഓട്ടോറിക്ഷയിൽ കയറിയതായി നാട്ടുകാർ പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ CCTV ദൃശ്യങ്ങളിലടക്കം ഈ യുവതി വീട്ടിലേക്ക് ഓട്ടോറിക്ഷ കയറിയ ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പ്രതിയിലേക്ക് നയിച്ചത് ഇപ്രകാരമാണ്. അതായത് ഈ പെൺകുട്ടി ഓട്ടോറിക്ഷ ഇറങ്ങി 1/2 കിലോമീറ്ററോളം അപ്പുറമാണ് ഈ പെൺകുട്ടിയുടെ വീട്. അതുകൊണ്ട് തന്നെ ഈ ഓട്ടോറിക്ഷ ഇറങ്ങി പെൺകുട്ടി വീട്ടിലേക്ക് നടക്കുന്ന വഴി പോലീസ് പറയുന്നത് ഇരു സൈഡുകളിലുമായി കുറ്റിക്കാടുകൾ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി വീട്ടിലേക്ക് പോകുന്ന വഴി പ്രതിയായിട്ടുള്ള ധർമ്മേന്ദ്രൻ മദ്യലഹരിയിലായിരുന്നെന്നും ഈ മദ്യലഹരിയിലായിരിക്കുമ്പോഴാണ് യുവതിയെ കാണുന്നതെന്നും പ്രതി മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പറഞ്ഞത് ഇരു സൈഡിലും കുറ്റിക്കാടായിരുന്നെന്നും ഈ കാടിനുള്ളിൽ വെച്ചിട്ടാണ് പെൺകുട്ടിയെ ബലമായി പിടിച്ച് കാടിനുള്ളിൽ കൊണ്ടുപോയി കഴുത്ത് ഞെരിച്ച് പീഡിപ്പിക്കുകയും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തത്. പിന്നീട് ഈ ഒരു പ്രതിയിലേക്ക് പോലീസ് എത്തുന്നത് ഈ പീഡനത്തിന് ശേഷം പ്രതി പെൺകുട്ടിയുടെ 3000 രൂപയും അതുപോലെ തന്നെ മാലയും കൂടാതെ മൊബൈൽ ഫോൺ അടക്കം മോഷ്ടിച്ചിരുന്നു. ഈ മോഷണത്തിൽ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ രാജസ്ഥാനിൽ നിന്നും പോലീസ് പിടികൂടിയത്.